നമുക്ക് എക്സസൈസ് 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The angles of quadrilateral are in the ratio 3:5:9:13. Find all the angles of the quadrilateral. അതായത് നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എടുത്ത് എഴുതാം. റേഷ്യോ is equal to 3:5:9:13. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ അല്ലേ. ഇങ്ങനെ റേഷ്യോ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരും? 3x 5x 9x and 13x എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ റേഷ്യോനെ ഈ ഒരു ഫോമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആംഗിൾസ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾസം പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസം പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സ് കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായിരുന്നു ആംഗിൾസം പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾസം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 3x plus 5x plus 9x plus 13x is equal to 360 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതായത് ഈ ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടും. എന്തുകൊണ്ടാണ്? ആംഗിൾസം പ്രോപ്പർട്ടി. ഇനി നമുക്ക് ബാക്കി ചെയ്യാം അല്ലേ. therefore ഇനി ഈ ആംഗിൾസ് എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. 3 + 5 8 8 + 9 17 17 + 13 30. So 30x is equal to 360 ഡിഗ്രി. ഇനി നമുക്ക് ഈ 13 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ x is equal to 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 30. ഇതിനെ നമുക്കിനി വെട്ടിക്കുറയ്ക്കാം. 0യും 0യും വെട്ടിക്കളഞ്ഞു. 36 ഡിവൈഡഡ് ബൈ 3 is equal to 12 ഡിഗ്രി അല്ലേ. ഇങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഈസി ആയിട്ട് വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം. അറിയില്ലാത്തവർ അതൊന്ന് റിവൈസ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ടില്ല അല്ലേ. എക്സിൻ്റെ വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി ആംഗിൾസ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഈ 12നെ നമ്മൾ ഈ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. നമുക്കിവിടെ ചെയ്യാം. ആദ്യം 3x is equal to 3 into 12 is equal to 36 ഡിഗ്രി. എക്സിന് പകരം നമ്മൾ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് 5x is equal to 5 into 12 is equal to 60 ഡിഗ്രി. അടുത്തത് 9x is equal to 9 into 12 ഡിഗ്രി is equal to 108 ഡിഗ്രി. അടുത്തത് 13x is equal to 13 into 12 is equal to 156 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ആംഗിൾസിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ആംഗിൾസ് ഏതൊക്കെയാണ്? 36 ഡിഗ്രി, 60 ഡിഗ്രി, 108 ഡിഗ്രി ആൻഡ് 156 ഡിഗ്രി. എളുപ്പത്തിൽ ആംഗിൾസ് കിട്ടി അല്ലേ. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് കുറച്ച് റേഷ്യോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മളവിടെ ആംഗിൾസം പ്രോപ്പർട്ടി ഉപയോഗിച്ചു അല്ലേ. അതായത് ഈ ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. അതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 12. എന്നിട്ട് ആ 12നെ നമ്മൾ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടി.